ഇപ്പോ വേണുഗോപാൽ ജിക്ക് എന്ത് തോന്നുന്നു? സാധാരണക്കാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സാധാരണക്കാരനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. പിന്നെ എല്ലാവരും സാധാരണക്കാരനാണെങ്കിൽ ഞാനൊരു സാധാരണക്കാരനാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊക്കെ സാധാരണക്കാരാണ്. സാധാരണക്കാരൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നാലാൾ അറിയുന്ന ഒരു സാധാരണക്കാരനായിട്ട് ഞാൻ മാറിയിരിക്കുന്നു. മതി ഈ വാക്കും കൊണ്ട് കിട്ടിയാൽ മതി. അനീഷ് എന്തൊക്കെ പ്രിപ്പറേഷൻ എടുത്തത്? ഇപ്പം ഒരു അനീഷ് നമ്മളോട് പറഞ്ഞത് ഒരുപാട് നാളെ എല്ലാ ലാംഗ്വേജും കണ്ടു, ഒരുപാട് നാളായിട്ട് ബിഗ് ബോസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, കഴിഞ്ഞ കൊല്ലം പ്രിപ്പയർ ചെയ്തു. ഇവിടെ നടന്നത് പുറത്താരോടും പറയണ്ട. പ്രിപ്പയർ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ എല്ലാ സീസണും കണ്ടിട്ടുണ്ട് എന്നുള്ള വാക്കാണ് ശരിയായിട്ടുള്ളത്. നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. അനീതി എവിടെ കണ്ടാലും അപ്പൊ എതിർക്കും. അത് എതിർക്കില്ലല്ലോ. അങ്ങനത്തെ പ്ലാൻസ് എന്തായിരുന്നു? ആക്ച്വലി പറയുകയാണെങ്കിൽ എനിക്ക് അധികം പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ബിഗ് ബോസിലേക്ക് വരുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ അറിയുന്നത്. ഇപ്പൊ ഓഡീഷനൊക്കെ കഴിഞ്ഞ് വളരെ ലേറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ അറിയുന്നത്. ഇല്ല, നീ ഇപ്പൊ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഒക്കെ കറക്റ്റ് അല്ലാത്ത ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാനത് മറന്നിരിക്കായിരുന്നു, കാണുമ്പോ ചോദിക്കണം എന്ന് വിചാരിച്ചു. ഞാനാണിത് ചോദിക്കേണ്ടത്. സോറി, ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ. അവിടെ പലയിടത്തും പറഞ്ഞല്ലോ 2 ദിവസം മുമ്പാണ് എന്നോട് പറഞ്ഞത്, 3 ദിവസം മുമ്പാണ്. എന്റെ മൊത്തൊക്കെ പറയാൻ പറ്റുമോ 3 ദിവസം മുമ്പ് അറിയിച്ചെന്ന്? നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്നില്ല. അതൊരു അപ്പൊ എന്തിനാ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നെ 2 ദിവസം മുമ്പാണ് ഇവിടെ വിളിച്ചത്, എന്നെ 3 ദിവസം മുമ്പ് മാക്സിമം എന്നൊക്കെ. അനീഷ് ആദ്യമായിട്ട് വിളിച്ച് അനീഷ് ഇന്നാന്ന് പറയുന്ന ആള് ഞാനാണ്. ആ വിളിച്ച കോളും എന്റെ കയ്യിലുണ്ട്, അന്ന് അയച്ച മെസ്സേജും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളും ഉണ്ട്. ചെറ്റവർത്താനം പോലെ മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ശരിയാണ്, ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് സർപ്രൈസ്ഡ് ആവുമായിരുന്നു. എന്നെ എല്ലാവരും വിളിച്ചു ചോദിച്ചു 2 ദിവസം മുമ്പാണ് അനീഷിനോട് പറഞ്ഞു. അങ്ങനെ ഒരു കള്ളം. അത് ആക്ച്വലി അത് കള്ളം എന്ന് പറയുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് തരുന്നു. പക്ഷേ ഇത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറെ നാള് ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട് കുതിരവട്ടമല്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞു, ഓൾറെഡി നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ പുറത്തുള്ള കാര്യങ്ങളൊക്കെ 2 ദിവസം മുമ്പ് എന്നുള്ളത് ഒരു മറവിയാണോ അനീഷ്? ബിക്കോസ് നമ്മുടെ ഡോക്യുമെന്റേഷൻ വീട്ടിൽ എടുക്കാൻ വരുന്നു, അത് കഴിഞ്ഞ് മൈജിയിൽ പോയി ഷൂട്ട് ചെയ്യുന്നു. ഈ പ്രോസസ് ഒക്കെ അനീഷ് മറന്നുപോയി ഒരു ദിവസം? ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്? എനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല ഞാൻ എന്താ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് അനീഷ്. ബിക്കോസ് എന്താ അറിയോ, ഞാൻ എടുക്കുന്ന ഒരു ജോലിയാണ്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.